എൻ്റെ പേര് ശിവപ്രസാദ്. ഞാൻ കോട്ടയത്തു നിന്നാണ്. ഞാനും എൻ്റെ അമ്മച്ചിയുടെ അനിയത്തി ഒക്കെ ഉൾപ്പെടെ ഒരു 7ഓളം പേര് അമേരിക്കൻ കോൺസുലേറ്റിൽ മദ്രാസിൽ പോയി വിസയും ഒക്കെ വാങ്ങി വന്നു. എൻ്റെ കുട്ടികൾ തിരുവനന്തപുരത്തായതുകൊണ്ട് ഞാൻ കോട്ടയത്ത് ഇറങ്ങാതെ ബാക്കിയുള്ള എല്ലാവരും കോട്ടയത്തിറങ്ങി. ഞാൻ തിരുവനന്തപുരത്തേക്ക് യാത്ര തുടർന്നു. അല്പം മയങ്ങിപ്പോയി. 2-3 ദിവസത്തെ യാത്രയൊക്കെ കൊണ്ട് വീണതറിഞ്ഞില്ല. വെള്ളത്തിൽ തലയിടിച്ചതേ അറിഞ്ഞുള്ളൂ. അപ്പോൾ എനിക്ക് നീന്തറിയാവുന്നത് കൊണ്ട് മുകളിലേക്കായിരിക്കുമെന്ന് വെച്ച് ഇങ്ങനെ മുകളിലേക്ക് പോയി 2 പ്രാവശ്യം വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ സമയമാണല്ലോ. എന്തോ ഒരു ലൈറ്റ് പോലെ കണ്ടു. അതേ പിടിച്ചു, അതിൻ്റെ മുകളിൽ കയറി. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ട്രെയിനിൽ കിടന്ന് വിളി കേൾക്കാം. ഒരാളെയാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് പിടിച്ച് മുകളിലേക്ക് കയറ്റി. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ബഹളമായി. എന്ത് ചെയ്യണമെന്നറിയാതെ റോഡിലിറങ്ങി. എങ്ങോട്ടേക്കേ നടന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് അങ്ങോട്ട് പോരുത്, അങ്ങോട്ട് പോരുത്. അപ്പോൾ അവിടെ എന്തോ ഒരു ചെറിയ ഹെൽത്ത് സെൻറ്റർ പോലെ ഒരു സംഭവം ഉണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ നിറഞ്ഞു കിടക്കുകയാണ്. പിന്നെ റോഡിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ബസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങ് കൊണ്ടുപോയി. അവിടെ അപ്പോൾ എൻ്റെ ഈ തലയിലിരിക്കുന്നതൊക്കെ കമ്പനിക്കാരൻ്റെ വക, എൻ്റെ സ്വന്തമല്ല. അപ്പോൾ എൻ്റെ തലയൊക്കെ പൊട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ ബഹളവും കാര്യങ്ങളുമായി. പിന്നെ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് വേറെ പ്രൈവറ്റിൽ പോയി. അങ്ങനെ ഒരു 5 ആഴ്ച സർജറിയൊക്കെ കഴിഞ്ഞു. അതാണ് അതിൻ്റെ ചരിത്രം. എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി 100 വർഷം കഴിഞ്ഞാലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കമ്പാർട്ട്മെൻറ്റിനകത്ത് താഴെ പോയി തല ഇടിച്ചിട്ട് ഇത്രയും ആൾക്കാരും സീറ്റും ഒക്കെ ഉള്ളതിനിടയ്ക്ക് നിന്ന് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? അതുകൊണ്ട് അത് അവിശ്വസനീയമാണ്, അതിശയമാണ്, അതിൻ്റെ അപ്പുറമാണ്. ഇത്രേ പറയാനുള്ളൂ.